നമ്മളിൽ പലരും ഒരുപക്ഷേ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാകും. അന്റാർട്ടിക്കയിലെ മഞ്ഞുമലകൾക്കിടയിലൂടെ തന്റെ കൂട്ടത്തെയും വീടിനെയും ഉപേക്ഷിച്ച് കിലോമീറ്ററുകൾ അകലെയുള്ള മലനിരകളിലേക്ക് ലക്ഷ്യമില്ലാതെ നടന്നു നീങ്ങുന്ന ഒരു പെൻഗ്വിൻ. പ്രകൃതി നിയമമനുസരിച്ച് ഒരു പെൻഗ്വിൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണത്. തന്റെ സുരക്ഷിതമായ കോളനിയും ഭക്ഷണവും കൂട്ടുകാരെയും ഉപേക്ഷിച്ച് അവൻ പോകുന്നത് മരണത്തിലേക്കാണെന്ന് ആർക്കും മനസ്സിലാകും. ശാസ്ത്രജ്ഞർ അവനെ തിരികെ കൂട്ടത്തിലെത്തിച്ചാലും അവൻ വീണ്ടും ആ മലകളിലേക്ക് തന്നെ നടക്കും. എന്തുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്യുന്നത്? മനുഷ്യനായാലും മൃഗമായാലും നമ്മുടെ തലച്ചോറ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരേയൊരു കാര്യത്തിനാണ്. അതാണ് അതിജീവനം. ഭക്ഷണം കണ്ടെത്തുക, സുരക്ഷിതമായി ഇരിക്കുക, വംശം നിലനിർത്തുക. നമ്മുടെ സമൂഹം, കുടുംബം, ജോലി, പണം ഇവയെല്ലാം തന്നെ ഈ നിലനിൽപ്പിനായുള്ള ഓരോരോ കാരണങ്ങൾ മാത്രമാണ്. നമ്മൾ സുരക്ഷിതരായി ഇരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് സന്തോഷിക്കുന്നു. എന്നാൽ ഈ സ്വാഭാവികമായ രീതിക്ക് വിപരീതമായി ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അവരെ ഭ്രാന്തനെന്ന് വിളിക്കുന്നു. കാരണം ജീവിതത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ ഭ്രാന്താണ്. ചിന്തിച്ചു നോക്കൂ, ചിറകുകളുണ്ടായിട്ടും പറക്കാൻ കഴിയാത്ത ഒരു പക്ഷിയാണ് പെൻഗ്വിൻ. അതിന്റെ ശരീരം മണ്ണിലിഴയാനും വെള്ളത്തിൽ നീന്താനും മാത്രമേ സഹായിക്കൂ. ഒരുപക്ഷേ ആ പെൻഗ്വിൻ സ്വപ്നം കാണുന്നത് ആ മലനിരകളുടെ അപ്പുറത്തുള്ള ആകാശത്തെക്കുറിച്ചായിരിക്കുമോ? മരണമുറപ്പാണെന്നറിഞ്ഞിട്ടും അവൻ ആ മല കയറുന്നത് ഒരിക്കലെങ്കിലും ഒരു പക്ഷിയായി ജീവിക്കാൻ വേണ്ടിയാകുമോ? തന്റെ കുറവുകളേക്കാൾ വലുത് തന്റെ ആഗ്രഹമാണെന്ന് അവൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. സത്യത്തിൽ ആ പെൻഗ്വിനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അനുകമ്പയല്ല, മറിച്ച് ഒരുതരം അസൂയയാണ്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ സുരക്ഷിതരായ ഭീരുക്കളാണ്. ഒരടി മുന്നോട്ട് വെക്കാൻ നമുക്ക് പേടിയാണ്. ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഭയം, പരാജയപ്പെടുമോ എന്ന ആശങ്ക, ഇതെല്ലാം നമ്മെ ഒരേ സ്ഥലത്ത് തളച്ചിടുന്നു. ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മാത്രം തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്: നമ്മളെടുത്ത സുരക്ഷിതമായ തീരുമാനങ്ങളെല്ലാം വെറും ഒത്തുതീർപ്പുകൾ മാത്രമായിരുന്നുവെന്ന്. അന്ന് നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ആ പെൻഗ്വിൻ ആ മലകളിലേക്ക് നടന്നതെന്ന്. ചിലപ്പോൾ ആ പെൻഗ്വിൻ വഴിതെറ്റിയതാകാം, അല്ലെങ്കിൽ അവനെന്തെങ്കിലും അസുഖം ബാധിച്ചതാകാമെന്ന് ബുദ്ധിജീവികൾ പറഞ്ഞേക്കാം. അതൊരു വിഡ്ഢിത്തമാണെന്നവർ വാദിച്ചേക്കാം. എന്നാൽ അർത്ഥമില്ലാത്ത ഈ ലോകത്ത് സ്വന്തം ഇഷ്ടത്തിനൊരർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ വിഡ്ഢിത്തമാണ് ഏറ്റവും വലിയ ധൈര്യം. മറ്റുള്ളവരുടെ കണ്ണിൽ വിഡ്ഢിയായാലും തന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ആ പെൻഗ്വിനെ ഒരു പാവമായി കാണരുത്. അവൻ നമ്മളെക്കാൾ ഒരുപാട് ഉയരത്തിലാണ്. കാരണം അവൻ തന്റെ പാത സ്വയം തിരഞ്ഞെടുത്തു. നിങ്ങളും നിങ്ങളുടെ ഉള്ളിലെ ആ മലനിരകളിലേക്ക് നോക്കൂ. ആൾക്കൂട്ടത്തിനൊപ്പം നടന്ന് സ്വയം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് തനിച്ചായാലും സ്വന്തം സ്വപ്നങ്ങളിലേക്ക് ഒരു ചുവടുവെക്കുന്നതാണ്. ആ യാത്രയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടേക്കാം, പക്ഷേ നിങ്ങൾ നിങ്ങളായിരിക്കും.